ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ. മികച്ച തിരക്കഥാകൃത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കരസ്ഥമാക്കിയ ആദർശ് സുകുമാരനെ ആന്റണി ജോൺ MLA നേതൃത്വത്തിലുള്ള സംഘം വീട്ടിലെത്തി ആദരിച്ചു. ആദർശിനെ കോതമംഗലം കുത്തുകുഴിയിലുള്ള വീട്ടിലെത്തിയാണ് ആദരിച്ചത്. മികച്ച കഥാകൃത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ച കോതമംഗലം കുത്തുകുഴി സ്വദേശി ആദർശ് സുകുമാരനെ വീട്ടിലെത്തി ആന്റണി ജോൺ MLA ആദരിച്ചു. കോതമംഗലത്തുകാരെ സംബന്ധിച്ച് ഏറെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നേട്ടമാണ് ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ തുടർച്ചയായി നേടിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ ജന്മസിദ്ധമായ കഴിവുകൊണ്ട് ആ കഴിവ് അദ്ദേഹത്തിൻ്റെ പ്രയത്നം കൊണ്ട് തന്നെ കൂടുതൽ വികസിപ്പിച്ച് ഒട്ടേറെ സിനിമകളിൽ കഥയും തിരക്കഥയും അതോടൊപ്പം തന്നെ മികച്ച അഭിനയവും എല്ലാം കാഴ്ചവെച്ചുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിന് ഒടുവിൽ കിട്ടിയ അംഗീകാരമാണ് ഈ കഴിഞ്ഞ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിൽ കാതൽ സിനിമയുടെ മികച്ച കഥാകൃത്തിനുള്ള ഒരു അവാർഡ് കൂടി പ്രിയപ്പെട്ട ആദർശ് സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് നേട്ടങ്ങൾ, വളരെ ചെറുപ്പമാണ്, ഇത്രയും ചെറുപ്പത്തിൽ തന്നെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ ചെറുപ്പക്കാരന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് നേട്ടങ്ങൾ അദ്ദേഹത്തിന് കൈവരിക്കുന്നതിനും അത് പ്രത്യേകിച്ച് ഈ നാടിനാകെ അഭിമാനിക്കാൻ കഴിയുന്ന, ഞങ്ങൾക്കെല്ലാം കോതമംഗലക്കാരെ എന്നുള്ള നിലയിൽ വ്യക്തിപരമായി കൂടി അഭിമാനിക്കുന്ന ഒരു നിമിഷങ്ങളാണ്. ഇപ്പോൾ ആദർശിന് എല്ലാവിധ ആശംസകളും നേരുന്നു. തുടർന്നും ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ആദർശിന് കൈവരിക്കാൻ കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. കഥ, തിരക്കഥ, അഭിനയം എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തി കൂടിയാണ് ആദർശ് സുകുമാരൻ. മമ്മൂട്ടി നായകനായി അഭിനയിച്ച സിനിമയായ കാതൽ എന്ന ചിത്രത്തിനാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. ചടങ്ങിൽ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM നൌഷാദ്, കൗൺസിലർ PR ഉണ്ണികൃഷ്ണൻ, CPIM ലോക്കൽ സെക്രട്ടറി EV രാധാകൃഷ്ണൻ എന്നിവർ MLAക്കൊപ്പം ഉണ്ടായിരുന്നു. ഓണം വരുന്നേ! ഈ ഓണത്തിന് പാം ടൈൽസ് പാർക്കിൽ ഓഫറുകളുടെ മഹാത്ഭുതം. പാം ടൈൽസ് പാർക്ക്, പായിപ്ര റോഡ്, ചെറുവട്ടൂർ ആൻഡ് ബൈപ്പാസ് റോഡ്, കോതമംഗലം.